ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 52. കുറച്ചു കഴിഞ്ഞതും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അഞ്ജു ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൾ ഞെട്ടി പിന്നോട്ട് അടിവെച്ചു. ഒപ്പം അവരെ കണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി കാഴ്ച മങ്ങി. അഞ്ജു ധൃതിയിൽ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ച് മുന്നിൽ നിൽക്കുന്നവരെ ഉറ്റുനോക്കി. അനു. യാന്ത്രികമായി അവളുടെ നാവിൽ നിന്നും ആ പേര് ഉതിർന്നു വീണു. ആദ്യത്തെ പകപ്പ് മാറിയതും അവളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞ് നിൽക്കുന്ന തന്റെ കൂടപ്പിറപ്പിനെ കണ്ടതും സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ പോലും പുഞ്ചിരിച്ചു. അവളുടെ കവിളിൽ തൊടുവാനായി കൈ ഉയർത്തി. അനുവിനെ പറ്റി ആലോചിച്ച് ഉരുകിയ നെഞ്ചിൽ ആശ്വാസത്തിന്റെ ചെറുകാറ്റ് വീശി. എന്നാൽ അതേസമയം തനിക്ക് നേരെ വന്ന അഞ്ജുവിന്റെ കൈ തട്ടിയെറിഞ്ഞ് തന്നെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന അനുവിനെ കാണുകെ ഒരു നിമിഷം മുന്നേ ഉണ്ടായിരുന്ന സന്തോഷം പോയി മറഞ്ഞു. വഴിയിൽ നിന്ന് മാറ്, എനിക്ക് അകത്തേക്ക് പോകണം. ഒരു അപരിചിതയോട് എന്ന പോലെ സംസാരിക്കുന്ന അനുവിനെ കണ്ടതും അഞ്ജുവിന്റെ ഹൃദയം മുറിഞ്ഞ് ചോര കിനിഞ്ഞു. മോളെ അനു, ഞാൻ എന്തോ പറയുവാനായി വന്ന അഞ്ജുവിനെ കൈ ഉയർത്തി അവൾ തടഞ്ഞു. അനുപമ, അതാണ് എന്റെ പേര്. എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും മാത്രം വിളിക്കുന്ന പേരാണ് അനു. ഒരു ബന്ധവുമില്ലാത്ത നീ എന്നെ അങ്ങനെ വിളിക്കരുത്. അഞ്ജുവിന് നേരെ വിരൽ ചൂണ്ടി വല്ലാത്ത ഒരു ഗൗരവത്തോടെ അനു പറഞ്ഞതും അവളുടെ പെരുമാറ്റത്തിൽ അഞ്ജു പകച്ചു. അനു, എന്താ നീ പറഞ്ഞേ? നമ്മൾ തമ്മിൽ ബന്ധമില്ലെന്നോ? ഹ അനൂട്ടാ, നീ എന്താ അകത്തേക്ക് കയറാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ? ചോദിക്കുന്നതിനോടൊപ്പം അനുവിന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുകയും ചെയ്തു കിരൺ. അവനെ കണ്ടതും അഞ്ജു വേഗം തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു അവനെ നോക്കി ചിരിച്ചു. എന്നാൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അനുവിനെയും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നവനെ കാണുകെ അവളിലെ ചിരി മങ്ങി. അവിടെ തന്നെ നിന്ന് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഛേ, താൻ എന്തുകൊണ്ടാണ് എല്ലാം മറക്കുന്നത്? കിച്ചേട്ടൻ എന്നെ മനസ്സിലാക്കി അന്ന് തന്നെ അനുവിനോടും കിരണേട്ടനോടും അത് പറഞ്ഞിട്ടുണ്ടാകും. എന്നിട്ടും ഇത്രയും ദിവസം ഇങ്ങോട്ട് വരാതെ ഇരിക്കണമെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവർക്ക് തന്നോടുള്ള വെറുപ്പ്. ഒരുത്തനാൽ കളങ്കപ്പെട്ടവളാണ് താൻ. ആ തന്നെ കൂടപ്പിറപ്പാണെന്നും പറയാനും ചേർത്ത് പിടിക്കാനും അവർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതാണ് ഈ അവഗണനയ്ക്ക് കാരണം. വേണ്ട, ആരും വേണ്ട. അവൾ കിരണേട്ടനൊപ്പം സന്തോഷവതിയാണ്. കിരണേട്ടൻ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ മുഖം വിടരുന്നത് അതിനുള്ള തെളിവാണ്. അത്രയും മതി. താൻ അവരുടെ ജീവിതത്തിൽ വേണ്ട. ചങ്കു പറയുന്ന വേദനയിലും മനസ്സിൽ ഉറച്ചു തീരുമാനമെടുത്ത് അവൾ തല കുനിച്ച് അടുക്കളയിലേക്ക് നടന്നു. അവിടെ നിൽക്കുമ്പോഴും അവൾ 3 പേരുടെയും സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ചിരികളികളോടെയുള്ള അവരുടെ സംസാരം കേൾക്കെ വല്ലാത്ത സന്തോഷം തോന്നി അഞ്ജുവിന്. അവർക്ക് കുടിക്കുവാനുള്ള ജ്യൂസ് എടുത്ത് ഹാളിലേക്ക് ചെന്ന അഞ്ജു കാണുന്നത് കിച്ചുവിന്റെ കയ്യിലേക്ക് സന്തോഷത്തോടെ മദ്യത്തിന്റെ കുപ്പി എടുത്തു കൊടുക്കുന്ന അനുവിനെയാണ്. ആ ഒരു നിമിഷം അനുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി അഞ്ജുവിന്. അതേ ദേഷ്യത്തോടെ ഓടിച്ചെന്ന് കിച്ചുവിന്റെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചു അഞ്ജു. നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്ന കുപ്പി കണ്ടതും കിച്ചു ചാടി എഴുന്നേറ്റ് അഞ്ജുവിനെ പിടിച്ചു തള്ളി. പെട്ടെന്നായതുകൊണ്ട് പിടുത്തം കിട്ടാതെ അവൾ പിന്നിലേക്ക് മറഞ്ഞു വീണു. പൊട്ടിയ കുപ്പിച്ചില് അവളുടെ ഉള്ളം കൈയിലേക്ക് തളഞ്ഞു കയറി ചോരയൊഴുകി. അത് കണ്ടതും മുന്നോട്ട് ചുവട് വെച്ച 2 പേരെ മറ്റൊരുവൻ ഒരു നോട്ടത്താൽ തടഞ്ഞു നിർത്തി. നിറകണ്ണുകളോടെ മുഖം ഉയർത്തി നോക്കിയ അഞ്ജു കണ്ടു തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെയും തന്നെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന അനുവിനെയും കിരണിനെയും. ഇത്രയും വെറുത്തുപോയോ ഇവർ എന്നെ? അത്രയും വലിയ തെറ്റ് എന്താണ് താൻ ചെയ്തത്? കൈമുറിഞ്ഞ വേദനയേക്കാൾ അവളുടെ മനസ്സ് വേദനിച്ചു. അവൾ മറുകൈ നിലത്തു കുത്തി പതിയെ എഴുന്നേറ്റ് നിന്നു. വലതുകൈയിൽ തറച്ചിരിക്കുന്ന ചില്ല് വലിച്ചൂരിയതും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ അഞ്ജു വേദനയറിഞ്ഞില്ല. അവളുടെ മനസ്സും ശരീരവും ആ നിമിഷം മരവിച്ചിരുന്നു. നീ ആരാടി ആ കുപ്പി തട്ടി മാറ്റാൻ? എന്റെ അനിയത്തി എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനം നശിപ്പിക്കാൻ നീ ആരാണെന്ന്?
കിച്ചു അലറിക്കൊണ്ട് ചോദിച്ചതും അഞ്ജു മുഖമുയർത്തി അവനെ ദയനീയമായി നോക്കി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ നിറഞ്ഞു നിന്നു. നിങ്ങളുടെ അനിയത്തി എന്ന് പറയുന്നവൾ നിങ്ങളെ കൊല്ലാനുള്ള വിഷം കൊണ്ടുതരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ ഞാൻ? അതേ ദേഷ്യത്തോടെ അഞ്ജു ചോദിച്ചതും എന്തോ പറയുവാൻ വന്ന കിച്ചുവിന് മുന്നിലേക്ക് അനു കയറി നിന്നു. വേണം, കയ്യും കെട്ടി നോക്കി നിൽക്കണം. എന്റെ ചേട്ടന് ഞാൻ പലതും വാങ്ങിക്കൊടുക്കും. ചിലപ്പോ അത് വിഷവുമാവും. അത് കുടിച്ച് കിച്ചേട്ടൻ മരിച്ചെന്നും വരും. എന്ത് തന്നെയായാലും അതിന് നിനക്കെന്താ? ഇങ്ങക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നിനക്കെന്താ? നീ കിച്ചേട്ടൻ ആരാ? അമ്മയോ, പെങ്ങളോ, കാമുകിയോ, അതോ ഭാര്യയോ? അനുവിന്റെ ചോദ്യം കേട്ടതും അഞ്ജു ഞെട്ടിപ്പകച്ച് അവളെ നോക്കി. അവളോട് എന്ത് മറുപടി പറയും എന്നറിയാതെ തറഞ്ഞു നിന്നു. അവളെ ആ നിൽപ്പ് കണ്ടതും അനു ഒന്നുകൂടി മുന്നിലേക്ക് വന്നു. ജന്മം കൊണ്ട് നീ എനിക്ക് സഹോദരിയാണ്. കർമ്മം കൊണ്ട് ഈ നിൽക്കുന്ന കിച്ചേട്ടൻ എനിക്ക് സഹോദരനും. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് നീ പോയി. എന്നെ പറ്റിയോ അമ്മുമോളെ പറ്റിയോ നീ ചിന്തിച്ചില്ല. നിന്റെ സന്തോഷം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിന്നെ തേടി ഞാൻ വന്നില്ല. അതുപോലെ ഇന്ന് കിച്ചേട്ടന്റെ സന്തോഷം ഇതിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിന് ഞാൻ എതിര് നിൽക്കില്ല. കിച്ചേട്ടനുമായി ഒരു ബന്ധവുമില്ലാത്തവരെ എതിര് നിൽക്കാനും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ അഞ്ജനയ്ക്ക്? അനുവിന്റെ വാക്കുകൾ അഞ്ജുവിനെ പൂർണ്ണമായും തളർത്തി. താൻ തന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പോയതെന്നോ? ആർക്കും ഒരു ബാധ്യതയാവാതിരിക്കാൻ, ആരുടെ ജീവിതവും ഞാൻ കാലം തകരാതെ ഇരിക്കുവാൻ വേണ്ടിയല്ലേ ഞാൻ പോയത്? എന്താ അത് ആരും മനസ്സിലാക്കാത്തെ? അവളുടെ മനസ്സ് അലറി വിളിച്ചു. എന്നാൽ പുറത്തേക്ക് പറയുവാൻ അവളെ നാവ് ചരിച്ചില്ല. കുഞ്ഞു ശിരസോടെ തിരിഞ്ഞു നടക്കുന്നവളെ, അതിലും വേദനയിൽ നോക്കി നിൽക്കുന്നവരെ അവൾ കണ്ടില്ല. ചോരയൊഴുകിക്കൊണ്ടിരിക്കുന്ന കൈയൊന്ന് കെട്ടിവെക്കാനുള്ള ശക്തി പോലുമില്ലാതെ അടുക്കളയിൽ വെറും നിലത്ത് അവൾ തളർന്നിരുന്നു. എത്ര നേരം അറിയില്ല. നിലത്തു നിന്നും കാലിലൂടെ കയറി ദേഹം മുഴുവൻ പടർന്ന തണുപ്പ് അവൾ അറിഞ്ഞില്ല. ശരീരവും മനസ്സും വേണ്ടപ്പെട്ടവരുടെ അവഗണനയാൽ ചുട്ടുപൊള്ളി. ചുമലിൽ ആരുടെയോ സ്പർശമറിഞ്ഞതും തളർച്ചയോടെ അഞ്ജു മുഖമുയർത്തി നോക്കി. മുന്നിൽ ഭാഗ്യയെ കണ്ടതും രണ്ടാമതൊന്നും ആലോചിക്കാതെ അവിടെ നെഞ്ചിലേക്ക് വീണ് അവൾ അതുവരെ അടക്കിപ്പിടിച്ച സങ്കടമെല്ലാം ഒഴുക്കിക്കളഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അവളോട് കാരണമൊന്നും ചോദിക്കാതെ അവർ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു. അത് കണ്ട് വാതിലിനടുത്ത് നിന്നിരുന്ന 3 പേരുടെ കണ്ണുകളും നിറഞ്ഞു. രാത്രി ഏറെ വൈകിയും അഞ്ജുവിന് ഉറങ്ങുവാൻ സാധിച്ചില്ല. ഒരുപാട് കരഞ്ഞതിന് ശേഷമാണ് ഒരു സമാധാനം കിട്ടിയത്. ഭാഗ്യ ചേച്ചി എങ്ങനെ വിവരം അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ കിച്ചേട്ടൻ മുരുകണ്ണനെ വിളിച്ച് പറഞ്ഞു എന്നറിഞ്ഞു. ചേച്ചിക്കൊപ്പം ആ വീടിന് പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ടിരുന്നു. ഹാളിൽ കളിച്ചു ചിരിച്ചിരിക്കുന്ന 3 പേരെയും. എന്തോ വല്ലാത്ത വിഷമം തോന്നി. അനുപോലും തന്നെ മനസ്സിലാക്കാത്തതിൽ. സ്വാർത്ഥത കൊണ്ടല്ല എല്ലാം ഉപേക്ഷിച്ചു പോന്നത്. എല്ലാം കഴിഞ്ഞും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അനുവിനും അമ്മുമോൾക്കൊപ്പം ഞാൻ നിന്നേനെ. പക്ഷേ എന്നെ അവിടെ നിന്നും അകന്നു പോകുവാൻ നിർബന്ധിതയാക്കിയ മറ്റൊരു കാരണം കൂടി ഉള്ളത് എനിക്കും കിച്ചേട്ടനും മാത്രമേ അറിയുള്ളൂ. വേണ്ട, ആരുമൊന്നും അറിയണ്ട. എല്ലാവരും വെറുക്കട്ടെ. ഈ ജന്മം ഇങ്ങനെ തീരുവാനാകും വിധി. സ്വയം ആശ്വസിച്ച് എങ്ങനെയൊക്കെയോ ആ രാത്രി കഴിച്ചുകൂട്ടി. എന്തിനാണ് താൻ കരഞ്ഞതെന്നോ എങ്ങനെ കൈ മുറിഞ്ഞോ എന്നോ ചേച്ചിയും അണ്ണനും ചോദിക്കാഞ്ഞത് വളരെ ആശ്വാസം നൽകി. ഇനിയും അവരോടൊരു നുണ കൂടി പറയുവാൻ വയ്യ. അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അണ്ണനോട് ഇനി കിച്ചേട്ടന്റെ വീട്ടിലേക്ക് പണിക്ക് പോകുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. വേറെ ആളെ കണ്ടുപിടിച്ചോളാം എന്ന് അണ്ണൻ ഉറപ്പ് പറഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസം തോന്നി. 2 ദിവസത്തേക്ക് കൈ ഒന്ന് അനക്കുവാൻ ചേച്ചിയോ മല്ലിയോ ഒരു പൊടിക്ക് പോലും സമ്മതിച്ചില്ല. ഈ ദിവസങ്ങളിൽ പലപ്പോഴും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ വന്നെങ്കിലും മനഃപൂർവ്വം മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടു.
മോളെ, അച്ചു, ആ സാന്ത വീട്ടിലേക്ക് പണിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞേ പോയി തുടങ്ങാൻ പറ്റൂ. നിന്റെ അണ്ണി പണിക്ക് പോകുന്ന വീട്ടിൽ ആവുന്നത് പറഞ്ഞു നോക്കി അവൾക്ക് പകരം മോള് ചെന്നോട്ടെ എന്ന്. പക്ഷേ അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. 2 ദിവസം, 2 ദിവസത്തേക്ക് കൂടി മോൾക്ക് അവിടേക്ക് പോകുവാൻ പറ്റുമോ? ഇല്ലെങ്കിൽ മോൾക്ക് പകരം സ്കൂൾ ലീവ് എടുത്ത് മല്ലിയോട് പോകാൻ പറയാം. അണ്ണന്റെ വാക്കുകൾ സന്തോഷവും സങ്കടവും ഉണ്ടാക്കി. എന്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് പകരം മല്ലിയെ വിടാമെന്ന് പറഞ്ഞതിൽ സന്തോഷവും, അവളുടെ ക്ലാസ് കളയേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ സങ്കടവും. ഒരു ട്യൂഷൻ പോലും ഇല്ലാതെ തന്നെയാണ് പഠിപ്പ്. അതിനിടയിൽ ക്ലാസ് കൂടി കളഞ്ഞാൽ പഠിപ്പിന്റെ വില അറിയാവുന്ന തനിക്ക് ഒരിക്കലും അത് സഹിക്കില്ല. 2 ദിവസം കൂടിയല്ലേ വേണ്ടു എന്ന ആശ്വാസത്തിൽ അഞ്ചു തന്നെ പോവാമെന്ന് സമ്മതിച്ചു. ആ വീടിന്റെ പടികൾ വീണ്ടും കയറുമ്പോൾ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. ഈ 2 ദിവസം അവിടെ എന്തൊക്കെ നടന്നാലും പ്രതികരിക്കില്ല എന്ന്. ചേച്ചിയമ്മ ശിക്ഷ കഴിഞ്ഞ് വന്നു കാണുമോ? ആൾക്കും അനുവിനെ പോലെ തന്നോട് വെറുപ്പായിരിക്കുമോ എന്ന ചിന്ത അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ആരോടും ആരെ പറ്റിയും ചോദിക്കാൻ കഴിയാതെ അവൾ വീർപ്പുമുട്ടി. കോളിംഗ് ബെല്ലടിച്ച് നിമിഷങ്ങൾക്കകം വാതിൽ തുറന്നിരുന്നു. മുന്നിൽ എന്നെ കണ്ടതും ഒരു ഞെട്ടൽ കിച്ചുവിന്റെ മുഖത്ത് കാണാമായിരുന്നു. ആ മിഴികൾ എന്റെ മുറിവ് പറ്റിയ കൈക്ക് നേരെയാണെന്ന് കണ്ടതും ഞാൻ കൈ പിന്നിലേക്ക് ഒളിപ്പിച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കും അറിയില്ല. പെട്ടെന്ന് തന്നെ ആ മുഖം ദേഷ്യത്താൽ മുഴുകുന്നത് കണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടുത്തെ പണികൾ തീർത്ത് അടിച്ചു വാരാനായി ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടു മദ്യക്കുപ്പി കയ്യിൽ പിടിച്ചിരിക്കുന്ന കിച്ചേട്ടനെ. സാധാരണ ആ കാഴ്ച തന്നിൽ ദേഷ്യമുണ്ടാക്കാറുണ്ട്. ഇന്ന് പക്ഷേ എന്തോ ആകെ ഒരു നിർവികാരത അനുഭവപ്പെട്ടു. എന്റെ മുഖഭാവം കണ്ടിട്ടാവണം കുപ്പി അവിടെ തന്നെ വെച്ച് ആള് റൂമിലേക്ക് പോയി. അനുവും കിരണേട്ടനും തിരിച്ചുപോയി എന്ന് തോന്നുന്നു. തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടതും ഞാനൊന്ന് പകച്ചു. ഇറുകി പിടിച്ച മുട്ടിനു മുകളിൽ മാത്രം ഇറക്കമുള്ള ഡ്രസ്സും മുഖം മുഴുവൻ പുട്ടിയും അടിച്ച ഒരു പെണ്ണ്. ഇന്നേ വരെ ഈ അടുത്ത ഭാഗത്തൊന്നും അങ്ങനെ ഒരു മുതലിനെ അഞ്ചു കണ്ടിട്ടില്ല. കിരൺ അഞ്ജുവിനെ നോക്കി സംശയത്തോടെ ചോദിച്ചതും അഞ്ജു അതെ എന്ന രീതിയിൽ തലയനക്കി. വശ്യമായ ഒരു പുഞ്ചിരി അവളുടെ മുഖത്ത് വിരിയുന്നത് അഞ്ജു കണ്ടു. എന്നാൽ ആ ചിരി എന്തുകൊണ്ടോ അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി. മെള്ളി പെട്ടെന്ന് വിളി കേട്ടതും അഞ്ജുവും അവളും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. അവളെ നോക്കി വല്ലാത്തൊരു ചിരിയോടെ നിൽക്കുന്ന കിച്ചേട്ടനെ കണ്ടതും അഞ്ജു പകച്ചുപോയി. ഹേയ് ബേബി എന്ന് പറയലും എന്നെ തള്ളി മാറ്റി ആ പെണ്ണ് ഓടിപ്പോയി അങ്ങനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. അത് കണ്ടതും അതുവരെ ഇല്ലാതിരുന്ന ദേഷ്യം അവളിൽ നിറഞ്ഞു. എന്നാൽ ആ ദേഷ്യം മാറി സങ്കടമാവാൻ കിച്ചു അവളെ തിരിച്ചു പുണരുന്ന കാഴ്ച ധാരാളമായിരുന്നു. ഞാൻ കുറെ നേരമായി കാത്തിരിക്കുന്നു. ഐ മസ്റ്റ് സേ യു ആർ ലുക്കിംഗ് സോ ഹോട്ട് ഇൻ ദിസ് ഡ്രസ്. അവന്റെ വാക്കുകൾ, തന്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ ചേർത്ത് പിടിച്ച കൈകൾ, അവളെ പ്രശംസിക്കുന്ന വാക്കുകൾ. അഞ്ജുവിന്റെ ഹൃദയം മുറിഞ്ഞ് ചോര കിരിഞ്ഞു. അതല്ലേ നീ വിളിച്ചപ്പോഴേക്കും ഞാൻ ഓടി വന്നത്. മറ്റൊരു പുരുഷനൊപ്പവും കിട്ടാത്ത ഒരനുഭൂതിയാണ് എനിക്ക് നിന്നിൽ നിന്ന് കിട്ടാറുള്ളത്. കേട്ടതും അഞ്ജു ഞെട്ടിത്തളഞ്ഞു നിന്നു.